നുണക്കുഴി ഡയറക്റ്റഡ് ബൈ ജീത്തു ജോസഫ്. ജീത്തു ജോസഫ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നേര്, ദൃശ്യം 1, 2 അതുപോലെ തന്നെ ഒരുപാട് ത്രില്ലർ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അപ്പോൾ എനിക്ക് തോന്നുന്നു മൈ ബോസിന് ശേഷം അദ്ദേഹം ചെയ്തൊരു കിടിലൻ കോമഡി ജോണറിൽ വരുന്നൊരു പടമാണ് നുണക്കുഴി. ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ച് ചിരിച്ച് പണ്ടാറടങ്ങുന്ന പടം. അതായത് നമ്മൾ ഈ വെട്ടം മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ആ വൈബിലുള്ള ഒരു രക്ഷയില്ലാത്ത കൺഫ്യൂഷൻ കോമഡി, സിറ്റുവേഷൻ കോമഡി, വെർബൽ കോമഡി, ഒന്നും പറയേണ്ട, ചിരിച്ച് ചിരിച്ച് പണ്ടാറടങ്ങും. KR കൃഷ്ണകുമാറാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എവിടെയെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാലില്ലേ സിനിമ മൊത്തം ലാഗ് അടിച്ച് പണ്ടാറടങ്ങി പോകും. പക്ഷേ ഈ പടം തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ 0 ലാഗാണ്. എങ്ങനെ തുടങ്ങുന്നോ, എപ്പോൾ ഇന്റർവെൽ ആകുന്നോ, എങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തുന്നോ ഒരു പിടിയും തരില്ല. 0 ലാഗാണ്, 0 ലാഗ്. ചിരിച്ച് ചിരിച്ച് പണ്ടാറടങ്ങി പോകും പടം കണ്ടു കഴിഞ്ഞാൽ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ബേസിൽ ജോസഫ്, സിദ്ദിഖ്, മനോജ് KJ, ബൈജു. പിന്നെ